Hi friends, again welcome back to my channel. I am Sajid Shahom, Sajid Bhakti YouTube channel. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനാണ്, ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷനിലേക്കും ലൈക്കും ഷെയറും നിങ്ങൾ വിലപ്പെട്ട കമൻറ്റ്സ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ കാഴ്ചയിലേക്ക് പോകാം. ജയറാമിനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ഓസ്ലർ എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പരിസരങ്ങളുമായി നടക്കുന്നു. മമ്മൂട്ടി ഗസ്റ്റ് റോളിൽ ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നുവെന്ന് വാർത്തകളുണ്ട്. അന്നിത് വെറും വാർത്ത മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് സത്യമായി, യാഥാർത്ഥ്യമായി. മമ്മൂക്ക ഗസ്റ്റ് റോളിൽ വന്ന് നിറഞ്ഞാടിയ ചിത്രം ഓസ്ലർ അബ്രഹാം. കോഴിക്കോട് മെഡിക്കൽ കോളേജായിരുന്നു ഇതിൻ്റെ പ്രധാന ലൊക്കേഷൻ. ജോഷി മമ്മൂട്ടി കൂട്ടുകെട്ടിലെ എക്കാലത്തെ സൂപ്പർ മെഗാഹിറ്റ് നിറക്കൂട്ടിലെ പൂമാനമേ വീണ്ടും ചിത്രീകരിച്ചു. ഓസ്ലർ നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവായി കണമായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. വയനാട്ടും കോഴിക്കോടുമായാണ് ചിത്രത്തിൻ്റെ ചിത്രീകരണം. കോഴിക്കോടിന് ശേഷം തൃശ്ശൂരും ഒരു പ്രധാന ലൊക്കേഷനായിരുന്നു. മിഥുൻ മാനുവൽ തോമസിൻ്റെ രചനയിൽ തന്നെ മുമ്പ് പുറത്തിറങ്ങിയ ഓം ശാന്തി ഓശാനയുടെ ലൊക്കേഷനും കോഴിക്കോടായിരുന്നു. അന്നും ഈ മെഡിക്കൽ കോളേജിൽ പരിസരത്തും ആയിരുന്നു ചിത്രീകരണം. മികച്ച പ്രേക്ഷക പ്രതികരണവും കളക്ഷൻ നേടാൻ ഓസ്ലറിന് സാധിച്ചു. ഓസ്ലറിലൂടെ എന്തായാലും പ്രേക്ഷകരെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. ശിവരാജ് ആയിരുന്നു ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റായി നൈറ്റി റോൾ കൈകാര്യം ചെയ്തത്. മെഡിക്കൽ സംബന്ധമായ ഒരുപാട് കഥകൾ മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും മിഥുൻ മാനുവൽ തോമസിൻ്റെതായ വളരെ പ്രത്യേകതയുള്ള പുതുമയുള്ള ഒരു രചന തന്നെ ചിത്രത്തിൽ കാണാവുന്നതാണ്. മൂല കഥയ്ക്കൊപ്പം സംവിധാന മികവിലൂടെ തൻ്റേതായ ഒരു സൃഷ്ടി നടത്തുവാൻ മിഥുൻ മാനുവൽ തോമസിന് സാധിച്ചു എന്ന് തന്നെ പറയാം. മികച്ച കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ക്യാമറ, സാങ്കേതിക പ്രവർത്തകർ എല്ലാം ഒന്നിനൊന്ന് വെച്ചം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനാണ്, ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷനിലേക്കും ലൈക്കും ഷെയറും കമൻറ്റ്സും എല്ലാം ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് സജിത് വിശ്വാസം, സജിത് ഭക്തി യൂട്യൂബ് ചാനൽ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ, സി യു.